ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. സർക്കാർ നേരിട്ട് വിപണിയിൽ ഇറക്കുന്ന വിദേശ മദ്യമായ മിന്നൽ മാജിക്കിന്റെ ഉൽപാദനത്തിനായുള്ള മലബാർ ഡിസ്റ്റിലറീസ് മദ്യ പ്ലാന്റ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രതിദിനം 1,80,000 ലിറ്റർ മദ്യമാണ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുക. ഉൽപാദനത്തിന്റെ ആദ്യഘട്ടത്തിൽ മലമ്പുഴയിൽ നിന്നും പിന്നീട് മഴവെള്ള സംഭരണിയിൽ നിന്നുമാകും വെള്ളമെടുക്കുക. 1,00,000-ലധികം ലിറ്റർ വെള്ളമാണ് പ്രതിദിനം വേണ്ടിവരുന്നത്. ജവാന് ശേഷം മറ്റൊരു ജനപ്രിയ മദ്യ ബ്രാൻഡിന് കൂടി സർക്കാർ തുടക്കമിടുകയാണ്. മിന്നൽ മാജിക്കിന്റെ ഉൽപാദനത്തിനായി പാലക്കാട് മേനോൻപാറയിലെ മലബാർ ഡിസ്റ്റിലറീസ് പ്രവർത്തനം ആരംഭിച്ചു. 3 ലൈൻ സ്വയം നിയന്ത്രിത ബോട്ട്ലിംഗ് പ്ലാന്റിൽ പ്രതിദിനം 13,500 കേസ് വീതം മദ്യം ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. 1/2 ലിറ്റർ ബോട്ടിലായാണ് മിന്നൽ മാജിക് വിപണിയിലെത്തുക. ജവാൻ ഡ്രം ബ്രാൻഡുമായി അധികം വ്യത്യാസമില്ലാത്ത വിലയാകും മിന്നൽ മാജിക്കിനും. തിരുവല്ലയിൽ ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ നിർമ്മിക്കുന്ന ജവാൻ മദ്യത്തിന്റെ അതേ രീതിയിൽ തന്നെയാണ് മിന്നൽ മാജിക്കിന്റെയും ഉൽപാദനം. 75,000 ചതുരശ്ര അടിയിലാണ് മദ്യ പ്ലാന്റ്. മദ്യപ്ലാന്റിന് അനുമതി ശരവേഗത്തിൽ എന്ന് ചിലപ്പോൾ ആക്ഷേപം വന്നേക്കാം. മദ്യപ്ലാന്റിന് മാത്രമല്ല കേട്ടോ, ഏത് സംരംഭവും ഏത് വ്യവസായവും ആരംഭിക്കാൻ ഇന്ന് കേരളത്തിൽ അതിവേഗത്തിൽ കഴിയും. പൂട്ടുക എളുപ്പമാണ്, പൂട്ടിക്കലും എളുപ്പമാണ്. തുറക്കുക, ആരംഭിക്കുക എന്നുള്ളത് എളുപ്പമല്ല. സർക്കാരിൻ്റെ മദ്യനയം എന്താണ്? ഇതൊരു വ്യവസായം എന്ന നിലയിൽ ഇതിനെ പരിഗണിക്കണം. അത് മദ്യ ഉൽപാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മദ്യ ഉപഭോഗത്തിൻ്റെയും വിൽപ്പനയുടെയും കാര്യത്തിലാണെങ്കിലും ഒക്കെ ശരി, ഇതൊരു അടിസ്ഥാനപരമായിട്ട് ഇതൊരു വ്യവസായമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഡിസ്റ്റിലറികൾ കേരളത്തിൽ ഉണ്ടാവണം എന്ന് തീരുമാനമെടുത്തത്. ആ വിവാദവും കോലാഹലവും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ വ്യവസായ വളർച്ചയെയും വികസനത്തെയും ഇവിടെ തൊഴിലും വരുമാനവും ഉണ്ടാകുന്നതിനെയും അട്ടിമറിക്കുക എന്നതല്ലാതെ വേറെ അതുകൊണ്ടൊരു പ്രയോജനവുമില്ല. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.